കൊറേ ആൾക്കാര് പറയാ കുഞ്ഞാ രണ്ടാമത്തെ മോളെ കിട്ടിയപ്പോ മൂത്ത മോളെ മറന്നു. നീ പോയ സമയത്തായിരുന്നു കുഞ്ഞിന് ഇഷ്ടമില്ല, പൊന്നൂന് ഇഷ്ടമുള്ള, മൂത്ത മോളോട് ഇഷ്ടമുള്ളൂ. എന്താ ചെയ്യാ അവിടെ എല്ലാത്തിനും കാരണം നീയാ. അതുകൊണ്ട് ലോല ഇത് നീ നിർത്തിക്കോ. ഞാൻ പറയാം, എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ 4 മക്കളെ ഒഴിവാക്കില്ല. ഞാൻ പറയാം, എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ 4 മക്കളെ ഒഴിവാക്കില്ല. എന്റെ മരണം വരെ ഞാൻ എന്റെ മക്കളെ ഒഴിവാക്കലാണ്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക് 3 മാസത്തിന്റെ ഉള്ളില് അവളേനും അവനും ഈ വീട്ടിൽ ഞാൻ കയറ്റാൻ. ഒരു കാര്യം ഞാൻ പറയട്ടെ, അച്ഛൻ അമ്മ എന്നുള്ള ആൾക്കാരോട് ഞാൻ പറയാം, മക്കളെ കണ്ടും മാമ്പും കണ്ട് കുതിക്കരുത്. സത്യം. ഞാൻ പറയാം, എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ 4 മക്കളെ ഒഴിവാക്കില്ല. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അപ്പൊ അവരവരുടെ തിരക്കുകളാണ് കഴിയുമ്പോ എന്നും അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കണ മക്കളാവില്ല. അപ്പച്ച നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര വിരോധം? എന്നെ നിങ്ങൾ ഉപ്പ് കൊടുത്ത് വാങ്ങിച്ചാണെങ്കിൽ അത് പറ. കാരണം ഇങ്ങനത്തെ സംശയിച്ച് ചോദിക്കണമെന്നുള്ളതല്ലാണ്ട് ഇതില് പ്രത്യേകിച്ച് ഒരു പ്രശ്നമോ കാരണമൊന്നും ഇവിടെ ഇല്ല. എന്തെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ, നല്ല തല്ലുണ്ടാവും വിചാരിച്ചതാ. അവരുടെ ജോലികൾ തിരക്ക്, ഇപ്പൊ കാർട്ടൂന്റെ ഷൂട്ട്, പിന്നെ ഷൂട്ട് പോയപ്പോ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പൊ അവരുടെ അടുത്തേക്ക് പോകണു വരുന്നു. അപ്പൊ അവര് ബിസിയാണ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അവരവരോട് എൻജോയ് ചെയ്യാൻ പോണ അവരുടെ പ്രായത്തില്ല. അപ്പൊ അവരെ എൻജോയ് ചെയ്തിട്ടല്ലാണ്ട് എനിക്ക് എങ്ങോട്ട് പോവാ എന്റെ പിള്ളേരെ കൊണ്ട് പോയിട്ടില്ല. അതേ കുഞ്ഞെ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്?